കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ 2 പൊട്ടറ്റോ കുക്കറിലിട്ട് ഇതുപോലെ വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ അതൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ച് എടുക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത് കൊണ്ടുണ്ടല്ലോ, നമുക്ക് പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മെയിനായിട്ട് പൊട്ടറ്റോയും അരിപ്പൊടിയുമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാനത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല, ക്രഷ് ചെയ്ത നമ്മുടെ മുളകാണ് ചേർക്കുന്നത്. ഈ ക്രഷ് ചെയ്ത മുളക് ഇതിന് നല്ല എരിവുള്ളതാണ്, അപ്പോൾ അത് കുറച്ച് ചേർത്താൽ മതി. ഒരു ചെറിയ സ്പൂണിൻ്റെ 1/4 സ്പൂണാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 കപ്പ് അളവിലുള്ള അരിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ആദ്യം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ആ പൊട്ടറ്റോയുടെ വെള്ളത്തിൽ ആദ്യം നമുക്കൊന്ന് നന്നായിട്ട് അതിൽ ജലാംശമൊക്കെ ഉണ്ടല്ലോ പൊട്ടറ്റോയിൽ, അതുകൊണ്ട് നമുക്ക് ഈ മാവ് എല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്കൊന്നുകൂടെ കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ലൂസായി പോകും. അപ്പോൾ ഇത് ഏകദേശം ഒരു ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഇത് കൈകൊണ്ട് കുഴച്ചെങ്കിലേ ഇത് നല്ല രീതിക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ തവി കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ ഒക്കെ ഇങ്ങനെ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാം കൂടെ യോജിപ്പിച്ച് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മളുടെ കൈകൊണ്ട് തന്നെ 2 കൈയും കൊണ്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് കുറേശ്ശെ എടുത്ത് നമുക്കതൊന്ന് യോജിപ്പിച്ച് ഇതെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, നമ്മുടെ കൈ കൊണ്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുക്കീസിൻ്റെ ഷേപ്പർ ഉണ്ടെങ്കിൽ അത് പല ഷേപ്പിൽ കിട്ടുമല്ലോ, അത് ഉണ്ടെങ്കിൽ അതും ആണെങ്കിലും നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഇത് മൊത്തമായിട്ട് ഇതുപോലെ എടുത്തൊരു പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച്, ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എണ്ണ ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ പൊട്ടറ്റോയോ ചേർത്തിരിക്കുന്നതുകൊണ്ട്, പൊട്ടറ്റോ ചേർത്ത് നമ്മൾ എന്തുണ്ടാക്കുവാണല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റല്ലേ. പിന്നെ അതിൻ്റെ കൂടെ സവാളയും ഇഞ്ചിയൊക്കെ കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റല്ലേ. ഇനി നമുക്കിത് ഒരു സൈഡൊന്ന് മറിച്ചെടുക്കാം. മറിച്ചും തിരിച്ചിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു മൂക്കുന്ന ഒരു രീതി അറിയാമല്ലോ. ആ ഒരു സമയത്ത് നമ്മളിതെടുത്ത് മാറ്റുക. കണ്ടല്ലോ, ആദ്യം ഞാൻ ഒഴിച്ച എണ്ണ തന്നെയാണ് ഇപ്പോഴും അതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് എണ്ണ അധികം പിടിക്കുമെന്നുള്ള ആ ഒരു ഇത് വേണ്ട. നമുക്ക് എണ്ണ അധികം പിടിക്കാത്ത ഒരു സ്നാക്സാണ്. ഇനി രണ്ടാമതിട്ടത് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് പൊട്ടറ്റോ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്ന ഒരു ടൈമേ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുകയും വേണം കേട്ടോ.